1991 മെയ് 21 മദ്രാസിൽ നിന്നും 40 കിലോമീറ്റർ മാറിയുള്ള ശ്രീപെരുമ്പത്തൂർ. യുവഇന്ത്യയുടെ അഭിലാഷങ്ങൾക്ക് പുതിയ ചിറകുകൾ തുന്നിച്ചേർത്ത മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കാത്ത് ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു. അധികാരത്തിൽ നിന്നുള്ള എളിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നുകയറുന്ന ഇന്ദിരയുടെ പ്രിയ പുത്രനു വേണ്ടി ശ്രീപെരുമ്പത്തൂരിലെ മണ്ണും വിണ്ണും ത്രസിച്ചു നിൽക്കുകയായിരുന്നു. പാർട്ടി പ്രവർത്തകരുടെ ത്രിവർണ്ണ സാഗരം നീന്തി രാജീവ് ജനക്കൂട്ടത്തിലേക്ക് വന്നു ചേർന്നു. രാജീവ് ഗാന്ധി വാഴുകൈ, ഇന്ദിരാവിൻ പുത്രൻ വാഴുകൈ, പെരിയവർ ഗാന്ധി വാഴുകൈ മുദ്രാവാക്യങ്ങളുടെയും കരഘോഷത്തിൻ്റെയും ആഘോഷത്തിമിർപ്പിൽ ആൾക്കൂട്ടം തിക്കിത്തിരക്കി. സമയം രാത്രി 10 കഴിഞ്ഞിരുന്നു. പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഹാരാർപ്പണം ഏറ്റുവാങ്ങി അവരോട് കുശലം പറഞ്ഞ് രാജീവ് ഗാന്ധി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി നീങ്ങി. രാജീവിനെയോ അദ്ദേഹത്തിൻ്റെ ചുറ്റിലും തിക്കിത്തിരക്കിയവരെയോ നിയന്ത്രിക്കാൻ പോലീസിനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും കഴിയാതെ വന്നു. ആ ആൾക്കൂട്ടത്തിനിടയിൽ 3 യുവതികൾ രാജീവിനടുത്തെത്താൻ തക്കം പാർത്തു നിന്നു. കൂട്ടത്തിൽ ധനു എന്ന പേരിലെത്തിയ തേൻമൊഴി രാജരത്നം രാജീവിൻ്റെ അടുക്കിലേക്ക് നീങ്ങി. സംശയാസ്പദമായ രീതിയിൽ നേരത്തെ തന്നെ ഇവരെ കണ്ടിരുന്നതുകൊണ്ടോ മറ്റോ തമിഴ്നാട് പോലീസിലെ അനസൂയകുമാരി ധനുവിനെ തടഞ്ഞു. എല്ലാവർക്കും അവസരം നൽകൂ എന്ന രാജീവ് ഗാന്ധി തന്നെ അനസൂയയെ വിലക്കി. അതോടെ ധനു രാജീവിനടുത്തെത്തി മാലയണിഞ്ഞു. ശേഷം ആദരസൂചകമെന്നോണം കാൽ തൊട്ട് വന്ദിക്കാനെന്നോണം കുനിഞ്ഞു നിന്നു. സഹോദരി, അരുത്, കാലിൽ തൊടരുത് എന്ന സ്നേഹശാസനയോടെ രാജീവും അല്പം കുനിഞ്ഞു. അന്നേരം ധനുവിൻ്റെ ഇടത് കൈ കാൽത്തുടയിലെ സ്വിച്ചിലമർന്നു. ഭീകരമായ ഒരു ശബ്ദമുണ്ടായി. ലോകം അന്നേരം നിശബ്ദമായി. ഒരു വലിയ തീഗോളമുണ്ടായി. ലോകം അന്നേരം കൂരിരുട്ടിലായി. പൊടിപടലങ്ങളും പുകയും അടങ്ങുമ്പോൾ രാജീവ് ഗാന്ധി നിന്നിടം രക്തവും ചിതറിയ മാംസങ്ങളും വസ്ത്രങ്ങളുടെ ചിന്തുകളും മാത്രമായി പോയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തികളിലൊന്നിൻ്റെ മുൻ പ്രധാനമന്ത്രി ഒരു പിടി ചാരമായി ഒടുങ്ങി. ഒപ്പം 15 പേർ കൂടി കൊല്ലപ്പെട്ടു. നിരവധി ആളുകൾക്ക് പരിക്കുപറ്റി. ധനു ശ്രീലങ്കയിലെ ഒരു തീവ്രവാദ സംഘടനയുടെ ചാവേറായിരുന്നു. അവളെപ്പോലെ ഏതു നിമിഷവും പൊട്ടിച്ചിതറാൻ മാത്രം മനക്കരുത്തും വിചിത്രമായ ജീവിത രാഷ്ട്രീയ ബോധ്യങ്ങളുമുള്ള 100 കണക്കിന് ബ്ലാക്ക് ടൈഗർമാരിൽ, കരിമ്പുലികളിൽ ഒരാൾ മാത്രം. സത്യം പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു അത്. ഒരു രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തെ തീവ്രവാദ സംഘടനയാൽ വധിക്കപ്പെടുക. അങ്ങനെ ചാവേറുകളെ ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനെ വകവരുത്തിയാൽ അതൊരു വലിയ വിമോചന മുന്നേറ്റമാണെന്ന് വിശ്വസിച്ച ചിന്തയുടെ പേര് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴമെന്നായിരുന്നു. അതിൻ്റെ നേതാവിൻ്റെ പേര് വേലുപ്പിള്ള പ്രഭാകരൻ എന്നും. LTTE-യോളം ചിട്ടയിൽ സംഘടിപ്പിക്കപ്പെട്ട ഗറില്ല പോരാളികൾ ഒരു പക്ഷേ ലോകത്തെവിടെയും കാണില്ല. വിട്ടുവീഴ്ചയില്ലാത്ത അച്ചടക്കമായിരുന്നു അവരുടെ സവിശേഷത. കരയിലെ പോരിൽ കഠിന പരിശീലനം ലഭിച്ച പുലികൾ ഉണ്ടായിരുന്നെങ്കിൽ ചാവേറുകളെ കരിമ്പുലികൾ എന്നാണ് വിളിച്ചത്. നാവികസേനയും വ്യോമസേനയും ഉണ്ടായിരുന്ന ഗറില്ല സംഘടനയായിരുന്നു അത്. നാവികസേനയിൽ കടൽ പുലികളും വ്യോമസേനയിൽ ആകാശപ്പുലികളും അണിനിരന്നു. ബുദ്ധ മതാധിപത്യത്തിനെതിരെ അവർ ആയുധമെടുത്തപ്പോഴും മതനിരപേക്ഷതയുടേതായിരുന്നു അവരുടെ വഴി. തമിഴ് സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതീയ ഉച്ചനീതിത്വങ്ങൾക്കും ലിംഗപരമായ വിവേചനങ്ങൾക്കുമെതിരായി വേലുപ്പിള്ള പ്രഭാകരൻ സമഭാവനയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു. 1976 ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈളം അഥവാ തമിഴ് ഈളൈ വിടുതലൈ പുലികൾ എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. സിംഹള ഭാഷയെ ദേശീയ ഭാഷയായി പ്രഖ്യാപിക്കുന്ന, ബുദ്ധമതത്തെ ദേശീയ മതമായി കണക്കാക്കുന്ന ശ്രീലങ്കയിലെ ഭരണഘടനാ ഭേദഗതിക്കെതിരെ സായുധ വഴിയിൽ പോരിനിറങ്ങിയ തമിഴ് പുലികളുടെ സ്ഥാപനത്തിന് പിന്നിൽ പക്ഷേ 1948 ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യാനന്തരം അവിടെ മുതൽക്കിങ്ങോട്ടുള്ള അവഗണനയുടെ ഒരു ചരിത്രമുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ നിന്ന് മുക്തി നേടിയ ശ്രീലങ്കയുടെ ഭരണരംഗം സിംഹള വംശജരുടെ കൈപ്പിടിയിലായിരുന്നു. മഹാഭൂരിപക്ഷം വരുന്ന സിംഹള ജനത ന്യൂനപക്ഷമായ തമിഴ് വംശജരെ അവജ്ഞയോടെയാണ് നോക്കിക്കണ്ടത്. തമിഴ് വംശജരെ പരമാവധി ഭരണത്തിൽ നിന്നും മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്താൻ അവർ ശ്രദ്ധിച്ചു പോന്നു. 1958 സിംഹള ഓൺലി ആക്ട് നടപ്പിലാക്കിയ സോളമൻ ബന്ദാര നായക സർക്കാരിനെതിരെ തമിഴ് രോഷമെന്ന് ആളിക്കത്തി. ഔദ്യോഗിക ഭാഷയായി സിംഹള ഭാഷയെ മാത്രം പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിനെതിരെ നടന്ന തമിഴ് പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുകയാണ് സിംഹള സർക്കാർ അന്ന് ചെയ്തത്. സർക്കാർ മേൽനോട്ടത്തിൽ രാജ്യവ്യാപകമായി തമിഴ് വിരുദ്ധ കലാപങ്ങളുമുണ്ടായി. 1500-ലധികം മനുഷ്യർക്ക് ജീവഹാനിയായി. 1970-കളിൽ സിരിമാവോ ബന്ദാര നായകയെ സർക്കാരിൻ്റെ കീഴിൽ വിദ്യാലയങ്ങളിൽ നിന്ന് പരമാവധി തമിഴ് വംശജരെ പുറത്താക്കാനുള്ള നടപടികളുണ്ടായി.
തമിഴ് വംശജരുടെ എൻറോൾമെൻറ്റ് തടയുന്ന നീക്കങ്ങളിൽ വലിയ വിദ്യാർത്ഥി രോഷമുയർന്നു. തമിഴ് മാനവർ പെരവെ എന്ന വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി സ്കൂളുകളിലും കോളേജുകളിലും തമിഴ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളുണ്ടായി. ഇതിൻ്റെ ഒരു വർഷം മുമ്പ് 1971 തീവ്ര ഇടത് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് ജനതാ മുക്തി പേരാമുന നടത്തിയ സായുധ പോരാട്ടം പരാജയപ്പെട്ടു പോയിരുന്നു. എന്നാൽ ഇതിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയായ വേലുപ്പിള്ളൈ പ്രഭാകരൻ എന്ന യുവ നേതാവ് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. അതേ വർഷം ചെട്ടി തണബാലസിംഗവുമായി ചേർന്ന് പ്രഭാകരൻ തമിഴ് ന്യൂ ടൈഗേഴ്സ് എന്ന സായുധ സംഘടനയും ഉണ്ടാക്കി. തണബാലസിംഗം കൊല്ലപ്പെട്ടതോടെ പ്രഭാകരൻ അതിൻ്റെ നേതാവായി ഉയർന്നു. ഇതേ സമയത്ത് തന്നെയാണ് ശ്രീലങ്കയിലെ തമിഴ് പോരാട്ടങ്ങളിൽ മറ്റൊരു പ്രധാന സംഘടനയായ TELO രൂപീകരിക്കപ്പെടുന്നത്. ഇതിൻ്റെ സ്ഥാപക നേതാക്കളായ നടരാജ തങ്കദൂരയും കുട്ടിമണി എന്നറിയപ്പെട്ടിരുന്ന സെൽവരാജ യോഗചന്ദ്രനും വേലുപ്പിള്ള പ്രഭാകരൻ, ജനതാ വിമുക്തി പെരമനയുടെ നേതാവായിരുന്ന പൊന്നുതുറൈ ശിവകുമാരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശ്രീലങ്കയിൽ തമിഴ് സായുധ സംഘങ്ങൾ ശക്തി പ്രാപിച്ചു വന്നു. 1974 ജാഫ്നയിൽ ചേർന്ന തമിഴ് സമ്മേളനത്തിലേക്ക് ശ്രീലങ്കൻ പോലീസ് ഇരച്ചു കയറിയിരുന്നു. നരനായാട്ടിനിടയിൽ 11 തമിഴ് വംശജർ കൊല്ലപ്പെട്ടു. 1975 ജാഫ്ന മേയറായിരുന്ന ആൽഫ്രഡ് ദുരപ്പയെ വധിക്കാൻ പ്രഭാകരനും ശിവകുമാരനും തുനിഞ്ഞിറങ്ങി. എന്നാൽ പൊന്നുതുറൈ ശിവകുമാരൻ പിടിക്കപ്പെട്ടു. 1975 ജൂൺ 5 അയാൾ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. എന്നാൽ ദുരയ്യപ്പയുടെ അന്ത്യം വേലുപ്പിള്ള പ്രഭാകരൻ്റെ കൈകളാൽ കുറിക്കപ്പെട്ടു. ജൂലൈ 27 പൊന്നലയിലെ കൃഷ്ണക്ഷേത്രം സന്ദർശിക്കവേ ദുരയ്യപ്പയെ പ്രഭാകരൻ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഇതോടെ വേലുപ്പിള്ള പ്രഭാകരൻ ശ്രീലങ്കയിലെ തമിഴ് വംശജർക്കിടയിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലുമുള്ള തമിഴ് വംശജരുടെ നായക പരിവേഷത്തിലേക്ക് ഉയരുകയാണ്. തൊട്ടടുത്ത വർഷം 1976 വേലുപ്പിള്ള പ്രഭാകരൻ തമിഴ് ന്യൂ ടൈഗേഴ്സിനെ റീബ്രാൻഡ് ചെയ്തു. ഉമാമഹേശ്വരൻ എന്നറിയപ്പെട്ട കതിർഗമ പിള്ളൈ നല്ലൈനാഥൻ പുതിയ സംഘടന ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈളത്തിൻ്റെ തലവനായി മാറി. സൈനിക കമാൻഡറായി വേലുപ്പിള്ള പ്രഭാകരൻ വന്നു. ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന തമിഴ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ടിൻ്റെ പൂർണ്ണ പിന്തുണ LTTEക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പപിള്ളൈ അമൃതലിംഗം, ആന്റൺ ബാലസിംഗം തുടങ്ങിയ നേതാക്കൾ കൂടി LTTEയുടെ ഭാഗമായതോടെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സംഘടനയ്ക്ക് പുതിയ മാനങ്ങളും സ്വീകാര്യതയും ഉണ്ടായി. എന്നാൽ 1980 സംഘടന ആദ്യത്തെ പിളർപ്പ് കണ്ടു. ഉമാമഹേശ്വരനും LTTEയിലെ ആദ്യ വനിതാ നേതാവുമായിരുന്ന ഊർമിള കണ്ടയ്യയും തമ്മിലുള്ള പ്രണയം പ്രഭാകരൻ നിശിതമായി എതിർത്തതോടെയാണ് ഉമാമഹേശ്വരൻ സംഘടന വിട്ട് പീപ്പിൾസ് ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് തമിഴ് ഈളം എന്ന മറ്റൊരു സംഘടനയ്ക്ക് രൂപം നൽകിയത്. LTTE അംഗങ്ങൾക്കിടയിൽ പ്രണയമോ ലൈംഗിക ബന്ധങ്ങളോ പാടില്ലെന്ന കർശന നിയമം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം വരുന്നത് വേലുപ്പിള്ള പ്രഭാകരൻ തന്നെ മതിവദനി ഈറമ്പിനെ വിവാഹം ചെയ്യുന്നതോടെയാണ്. 1980കളിൽ ജൂനിയർ റിച്ചാർഡ് ജയവർദ്ധനയുടെ കാലത്ത് തമിഴ് വംശജർക്ക് ജില്ലാ ഭരണകൂടങ്ങളിൽ ഭരണപ്രാതിനിധ്യം നൽകാമെന്ന ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും TULF മാത്രമാണ് ഈ വിഷയത്തിൽ സർക്കാരുമായി യോജിച്ചു വന്നത്. തമിഴ് സായുധ സംഘടനകൾ പ്രത്യേക ഭരണപ്രദേശങ്ങൾ ആവശ്യപ്പെടുന്ന തലത്തിൽ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തെ പരിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നു വന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ TULF ഒറ്റപ്പെട്ടുപോയി. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കരുതെന്ന് ജനങ്ങളോട് സായുധ സംഘടനകൾ ആജ്ഞാപിച്ചു. 10% താഴെ മാത്രമായിരുന്നു തമിഴ് പ്രദേശങ്ങളിൽ വോട്ടിംഗ് ശതമാനം. ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ ഇതോടെ TULF ദുർബലമാവുകയാണ്. 1983 LTTEയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടൊരു വർഷമായി മാറി. തമിഴ് പുലികളുടെ കാര്യത്തിൽ മാത്രമല്ല ശ്രീലങ്കയുടെ മുഴുവൻ തമിഴ് ജനതയുടെയും ചരിത്രത്തിലെ വല്ലാത്തൊരു കാലമായി അത് മാറുകയായിരുന്നു. തമിഴ് പുലികളുടെ ഒരു സങ്കേതം ശ്രീലങ്കൻ സേന ആക്രമിച്ചതോടെയാണ് പ്രശ്നങ്ങൾ വഷളായത്. തമിഴ് പുലികളുടെ സൈനിക മേധാവികളിൽ ഒരാളായിരുന്ന സീലൻ എന്ന ചാൾസ് ലൂക്കാസ് ആൻ്റണിയും മറ്റൊരു തമിഴ് പുലിയും കൊല്ലപ്പെടുകയുണ്ടായി. 3 തമിഴ് വംശജരായ സ്കൂൾ വിദ്യാർത്ഥിനികളെ ശ്രീലങ്കൻ സൈനികർ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതിൽ അമർഷം പുകയുന്നതിനിടെയായിരുന്നു ഈ സംഭവം. LTTE അതിൻ്റെ ചരിത്രത്തിലെ ആദ്യ സുപ്രധാന സൈനിക നീക്കം നടത്തുന്നത് ഈ സംഭവത്തിനുള്ള പ്രതികാരമെന്നോണമായിരുന്നു. ജാഫ്നയിലെ തിരുനെൽവേലിയിലുള്ള 44 ബ്രാവോ എന്ന സൈനിക കേന്ദ്രം തമിഴ് പുലികൾ ആക്രമിച്ചു. 13 ശ്രീലങ്കൻ സൈനികരെ അവർ വധിച്ചു കളഞ്ഞു. അതോടെ കടുത്ത തമിഴ് വിരുദ്ധ വികാരം ശ്രീലങ്കയിൽ ആഞ്ഞുകത്തി. 1983 ജൂലൈ മാസം കറുത്ത ജൂലൈ, ബ്ലാക്ക് ജൂലൈ എന്നറിയപ്പെട്ടു. നേരത്തെ ആസൂത്രണം ചെയ്തു വെച്ച ഒരു വംശഹത്യക്ക്
പൊതുസമ്മതി നേടിയെടുക്കാൻ പാകത്തിന് 4-4 ബ്രാവോയിലെ LTTE ആക്രമണത്തെ സിംഹള പാർട്ടികളും സർക്കാരും സൈന്യവും ചിത്രീകരിച്ചു കാണിച്ചു. 6000-ത്തിലധികം തമിഴ് വംശജർ കൊല്ലപ്പെട്ടു. 3000-ൽ താഴെ ആളുകൾക്ക് പരിക്ക് പറ്റി. അനവധി സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടു. ശ്രീലങ്കൻ ചരിത്രത്തിൽ ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകളിൽ ഒന്നായി ഇത് മാറി. കലാപത്തിന് മുൻപ് വെറും 30 മുഴുവൻ സമയ മെമ്പർമാർ മാത്രമുണ്ടായിരുന്ന LTTE ഇതോടെ തമിഴ് ജനതയ്ക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നേടി. നൂറുകണക്കിന് യുവാക്കൾ സംഘടനയിൽ ചേർന്നു. കമാൻഡർ കരുണാമ്മൻ, ക്യാപ്റ്റൻ മില്ലർ തുടങ്ങിയ LTTEയുടെ ചരിത്രത്തിലെ പല പ്രധാനികളും ബ്ലാക്ക് ജൂലൈക്ക് ശേഷമാണ് LTTEയുടെ ഭാഗമാകുന്നത്. 1983 മുതൽ 1987 വരെയുള്ള കാലഘട്ടത്തിൽ തമിഴ് പുലികൾക്ക് ഇന്ത്യയുടെ സഹായം ലഭിക്കുന്നുണ്ടായിരുന്നു. റോ നേരിട്ട് തമിഴ് പുലികൾക്ക് പരിശീലനം നൽകി, സൈനിക പരിശീലനം നൽകി. ഇന്ത്യക്കകത്ത് വിവിധ ഇടങ്ങളിലായി ട്രെയിനിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ടു. 1987 വടക്കൻ ശ്രീലങ്കയിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സന്നദ്ധ സഹായം എത്തിച്ച് നേരിട്ട് തന്നെ ശ്രീലങ്കയിൽ ഇന്ത്യ ഇടപെട്ടു തുടങ്ങി. പരസ്പരം പോരടിക്കുന്ന ശ്രീലങ്കൻ സൈന്യത്തിനും LTTEക്കും ഇടയിൽ സമാധാനം കൊണ്ടുവരാൻ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ശ്രീലങ്കയിൽ ഇറക്കുകയും ചെയ്തു. ഇന്ത്യ ഇങ്ങനെ ഇടപെടുന്നതിൽ ഇരുകൂട്ടർക്കും താല്പര്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് LTTE ഇന്ത്യൻ താല്പര്യങ്ങളെ ഗൗനിച്ചില്ല. 1987 തമിഴ് സംഘടനകളുടെ കൂട്ടായ്മയിൽ LTTEയുടെ ഈ നിലപാട് ഇന്ത്യ ശ്രദ്ധിക്കുകയും ചെയ്തു. TLO അടക്കമുള്ള സംഘടനകൾ ഇന്ത്യൻ താല്പര്യങ്ങൾ അനുസരിച്ച് നീങ്ങിയപ്പോൾ LTTE ഇതിനെ എതിർത്തു നിന്നു. നൂറുകണക്കിന് TLO മിലിറ്റന്റുകളെ തമിഴ് പുലികൾ കൊന്നുതള്ളി. ഇതോടെ സായുധ സംഘടനകൾക്കിടയിൽ തമിഴ് പുലികൾക്ക് ഒരപ്രഭാദിത്യം വരികയും ചെയ്തു. തമിഴ് പ്രദേശങ്ങളിൽ പ്രാദേശികമായ ഭരണസാന്നിധ്യം ഉറപ്പുവരുത്താമെന്ന് ശ്രീലങ്കൻ സർക്കാർ ഇന്ത്യയോട് വാക്കു പറഞ്ഞിരുന്നു. സമാധാന ഉടമ്പടിയുടെ ഉപാധികളിലൊന്നും ഇതുതന്നെയായിരുന്നു. EPRLF എന്ന സംഘടന തമിഴ് ജനതയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയുള്ള EPRLFൻ്റെ ഈ നീക്കത്തെ LTTE എതിർക്കുകയും പകരം 3 പേരുകൾ പറഞ്ഞു നോക്കുകയും ചെയ്തു. ഇന്ത്യ LTTEയുടെ നോമിനേഷനുകളെല്ലാം തള്ളിക്കളഞ്ഞു. LTTE പൂർണ്ണമായി ഇന്ത്യൻ കൈപ്പിടിയിൽ നിന്നും ഊരിപ്പോയതായി ഇന്ത്യൻ ഗവൺമെൻറ് അപകടം മണത്തു. അങ്ങനെയാണ് കളത്തിൽ നേരിട്ടിറങ്ങുന്നത്. ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങൽ LTTEയോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറല്ലായിരുന്നു. IPKFൻ്റെ പിന്മാറ്റം ആവശ്യപ്പെട്ട് നിരാഹാര സമരത്തിൽ കിടന്ന് LTTE നേതാവ് രാസയ്യ പാർത്ഥിബൻ മരണപ്പെട്ടതോടെ കാര്യങ്ങൾ വഷളായിപ്പോയി. ഇന്ത്യൻ സൈന്യം പിടികൂടിയ LTTEയുടെ നാവികസേനാംഗങ്ങളെ ശ്രീലങ്കൻ സൈന്യത്തിന് കൈമാറാനുള്ള ഇന്ത്യ സർക്കാരിൻ്റെ തീരുമാനവും എല്ലാ സമാധാന സാധ്യതകളും ഇല്ലാതാക്കി കളഞ്ഞു. ശ്രീലങ്കയ്ക്ക് കൈമാറിയ തമിഴ് പുലികൾ ആത്മഹത്യ ചെയ്തതോടെ തമിഴ് പുലികൾ ഇന്ത്യൻ സൈന്യത്തിനെതിരെ പടക്കിറങ്ങി. ഇതിനിടെ 6 ഇന്ത്യൻ സൈനികരെ നിഷ്ഠൂരമായി LTTE വധിച്ചു കളഞ്ഞു. കഴുത്തിൽ ടയറിട്ട് കത്തിച്ചാണ് അവരെന്ന് ആ തമിഴ് പുലികളെന്ന് ഇന്ത്യൻ സൈനികരെ കൊല ചെയ്തത്. ഇതോടെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ രൂപം മാറി. തമിഴ് പുലികൾക്കെതിരെ ശക്തമായ സൈനിക നടപടികളുണ്ടായി. സിവിലിയൻസും ഈ സൈനിക നടപടിയിൽ ആക്രമിക്കപ്പെട്ടു എന്ന വിമർശനങ്ങൾ ഉയർന്നു. ഇതിനിടെ ശ്രീലങ്കൻ ഭരണകൂടവും ഇന്ത്യൻ സൈന്യത്തിനെതിരാവുകയാണ്. പ്രേമദാസ സർക്കാർ LTTEയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി IPKFനെതിരെ തിരിഞ്ഞു. തമിഴ് പുലികൾക്ക് വേണ്ട ആയുധങ്ങളും സമ്പത്തും ശ്രീലങ്കൻ സർക്കാർ തന്നെ നൽകി. ഇന്ത്യക്കെതിരെ ശ്രീലങ്കയിലെ സിംഹള തമിഴ് വിഭാഗങ്ങൾ തത്വത്തിൽ ഒരുമിച്ചു എന്ന് വേണം പറയാൻ. 1990 മാർച്ചിൽ IPKF പൂർണ്ണമായും ശ്രീലങ്കയിൽ നിന്ന് പിൻവാങ്ങി. അടിമുടി പരാജയപ്പെട്ടൊരു നീക്കമായത് ചരിത്രത്തിൽ ഇടം പിടിച്ചു. എന്നാൽ അങ്ങനെയൊരു നാണക്കേട് മാത്രമായി അത് ഒതുങ്ങി നിന്നില്ല. 1991 മെയ് 21 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ LTTE ചാവേർ ആക്രമണത്തിലൂടെ വധിച്ചു കളഞ്ഞു. LTTE ഇതോടെ ഒരു ഭീകര സംഘടനയായി മാറി. IPKFൻ്റെ പിന്മാറ്റത്തോടെ ശ്രീലങ്കൻ സൈന്യവുമായി വീണ്ടും അവർ ഏറ്റുമുട്ടലുകൾ നടത്തി. 1993 രണസിംഗയെ പ്രേമദാസയെ കൂടി LTTE ചാവേർ ആക്രമണത്തിലൂടെ വധിച്ചു കളഞ്ഞു. തുടർന്ന് വന്ന ചന്ദ്രിക കുമാരതുംഗയുടെ ഭരണത്തിന് കീഴിൽ ആദ്യം വെടിനിർത്തലുണ്ടായെങ്കിലും പിന്നീട് കനത്ത യുദ്ധങ്ങളുണ്ടായി. കിളിനോച്ചി അടക്കമുള്ള പ്രദേശങ്ങൾ LTTEക്ക് നഷ്ടമായെങ്കിലും 1999 ആയപ്പോഴേക്കും തമിഴ് പുലികൾ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കുകയും ജാഫ്നയിലേക്കുള്ള തന്ത്രപ്രധാനമായ എലിഫന്റ് പാസ് നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. 2001 തെരഞ്ഞെടുപ്പിൽ കുമാരതുംഗ വലിയ പരാജയം നേരിട്ടു. പിന്നീട് വന്ന റനിൽ വിക്രമസിംഗെ LTTEയുമായി രമ്യതയിൽ പോകാനാണ് ആഗ്രഹിച്ചത്. പുലികളും വെടിനിർത്തലോടെ പച്ചക്കൊടി വീശുകയുണ്ടായി. എന്നാൽ തമിഴ് ജനതയ്ക്കൊരു സ്വതന്ത്ര രാജ്യം വേണമെന്ന നിലപാട് LTTE 2002 മുന്നോട്ട് വെച്ചു. നോർവേയുടെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നത് ഈ സമയത്താണ്. 6 റൗണ്ട് ചർച്ചകൾ വിജയകരമെന്ന് തോന്നിച്ച രീതിയിൽ കഴിഞ്ഞുപോയി. എന്നാൽ LTTE സമാധാന ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങുന്നതായി പെടുന്നതിനെ പ്രഖ്യാപിച്ചു.
അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒരു ഇടക്കാല ഭരണ സംവിധാനം അനുവദിച്ചു കിട്ടണമെന്ന് അവർ വാദിക്കുകയും ചെയ്തു. എന്നാൽ സർക്കാർ ഇത് അംഗീകരിച്ചില്ല. നോർവേയുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടികൾ പലപ്പോഴായി തമിഴ് പുലികൾ ലംഘിച്ചു. ശ്രീലങ്കൻ സൈന്യം ഉടമ്പടി ലംഘിച്ചതിനേക്കാൾ ഏതാണ്ട് 10 ഇരട്ടിയായിരുന്നു തമിഴ് പുലികളുടെ ഉടമ്പടി ലംഘനങ്ങൾ എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. 2004 വേലുപ്പിള്ള പ്രഭാകരൻ ഒരു വലിയ തിരിച്ചടി നേരിട്ടു. ശ്രീലങ്കയുടെ കിഴക്കൻ പ്രവിശ്യയിൽ സ്വാധീനമുണ്ടായിരുന്ന LTTE കമാൻഡർ കേണൽ കരുണ സംഘടനയെ പിളർത്തിക്കളഞ്ഞു. തമിഴ് ഈളമക്കൾ വിടുതലൈ പുലികൾ എന്ന സംഘടന രൂപീകരിച്ചു. LTTEയുടെ പരിഗണന മുഴുവൻ വടക്കൻ പ്രവിശ്യയിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്നായിരുന്നു കേണൽ കരുണയുടെ ആരോപണം. ഇത് LTTEക്ക് വലിയ ആഘാതമായിരുന്നു. യുണൈറ്റഡ് നാഷണൽ പാർട്ടിയുടെ നേതാവും പാർലമെന്റ് അംഗവുമായ സയ്യിദ് അലി സാഹിർ മൗലാനയാണ് കേണൽ കരുണയെ LTTEയിൽ നിന്ന് ചാടിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ശ്രീലങ്കൻ സർക്കാരിന് ഇത് വലിയ സാധ്യതയായി മാറി. 2005 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ LTTE ബഹിഷ്കരിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. മാത്രവുമല്ല, മഹിന്ദ രാജപക്സെ ശ്രീലങ്കൻ സർക്കാരിൻ്റെ തലപ്പത്തെത്തി. 2006 ശ്രീലങ്കൻ സൈനിക മേധാവി ലഫ്റ്റനന്റ് കേണൽ ശരത് ഫൊൻസേകയെ വധിക്കാനുള്ള LTTEയുടെ വിഫല ശ്രമവും അവർക്ക് വലിയ തിരിച്ചടിയായി. 2008 കിഴക്കൻ പ്രവിശ്യകൾ ശ്രീലങ്കൻ സൈന്യത്തിന് മുന്നിൽ വീണു. അതോടെ 2006 മുതൽ തമിഴ് പുലികൾ തടഞ്ഞുവെച്ച സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏതാണ്ട് 15,000 ഗ്രാമങ്ങളിലേക്കുള്ള ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. 1988 IPKFന് പോലും കീഴടക്കാൻ സാധിക്കാതിരുന്ന ബാട്ടിക്കലാവ അടക്കമുള്ള പ്രദേശങ്ങൾ ശ്രീലങ്കൻ സൈന്യം കീഴടക്കി. വടക്കൻ പ്രവിശ്യകളിൽ പുലികൾ പ്രതിരോധം തുടർന്നെങ്കിലും 2009 ജനുവരി 2 LTTEയുടെ ഭരണ തലസ്ഥാനം എന്നറിയപ്പെട്ട കിള്ളിനൊച്ചിയും വീണു. ഇതോടെ ജാഫ്നയുടെ നിയന്ത്രണം മുഴുവൻ LTTEക്ക് നഷ്ടമായി. യുദ്ധം മുഴുവൻ മുല്ലത്തീവിലെ കാടുകളിലേക്ക് ചുരുങ്ങി. തമിഴ് പുലികളുടെ ഗറില്ലാ മുറകളും വൈകാതെ അവസാനിച്ചു. ജനുവരി 25 മുല്ലത്തീവിൻ്റെ പൂർണ്ണ നിയന്ത്രണവും ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ കയ്യിലായി. 2009 മെയ് 16 29 വർഷം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിന് വിരാമമായതായി LTTE പരാജയപ്പെട്ടതായി മഹിന്ദ രാജപക്സെ പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം LTTE പരാജയം സമ്മതിക്കുകയും ചെയ്തു. മെയ് 18 പുലർച്ചെ 3:30 പ്രഭാകരൻ്റെ മകനും LTTEയുടെ സുപ്രധാന നേതാവുമായ ചാൾസ് ആൻ്റണി ശ്രീലങ്കൻ ഫോഴ്സിൻ്റെ ഡിഫൻസീവ് ലൈൻ മുറിച്ചു കടക്കാൻ ശ്രമിച്ചെങ്കിലും വധിക്കപ്പെട്ടു. അന്നേ ദിവസം ഉച്ചയോടെ വേലുപ്പിള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ടെന്ന വാർത്തകളും പ്രചരിച്ചു. എന്നാൽ തൊട്ടുടനെ അതൊരു കിംവദന്തി മാത്രമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഉച്ചയ്ക്ക് 3 മണിയോടെ പ്രഭാകരനും 30 പേരടങ്ങുന്ന അംഗരക്ഷകരും മുല്ലത്തീവ് വനത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള കണ്ടൽക്കാടുകൾക്കിടയിലൂടെ നന്ദിക്കടൽ വഴി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ തെരച്ചിലിൽ അവർക്ക് ഒരു തടസ്സമുണ്ടായി. പിറ്റേന്ന് രാവിലെ 7:30 മണിക്ക് ശ്രീലങ്കൻ സൈന്യത്തിന് മുന്നിൽ പ്രഭാകരനും പോരാളികളും വീണുപോവുകയാണ്. 2 മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ വെടിയൊച്ചകൾ നിലച്ചു. വേലുപ്പിള്ള പ്രഭാകരനും സംഘവും പൊരുതി വീണു. സർജൻ മുത്തുവന്ത പ്രഭാകരൻ്റെ മൃതശരീരം കണ്ടെടുത്തു. ശ്രീലങ്കൻ ടാസ്ക് ഫോഴ്സ് തലവൻ കേണൽ രവിപ്രിയ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. കമാൻഡർ ശരത് ഫൊൻസേക ഈ വിവരം ലോകത്തെ അറിയിച്ചു. തമിഴ് ജനതയുടെ വിമോചനം സ്വപ്നം കണ്ട വേലുപ്പിള്ള പ്രഭാകരൻ അങ്ങനെ മുല്ലത്തീവിൻ്റെ വനാന്തരങ്ങളിൽ നന്ദിക്കടലിനോട് ചേർന്ന് പൊലിഞ്ഞു വീണിരിക്കുന്നു. പ്രഭാകരൻ്റെ 3 മക്കളും ഭാര്യയും കൊല്ലപ്പെട്ടു. മൂത്ത മകൻ ചാൾസ് ആൻ്റണിയും പ്രഭാകരനും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് സൈന്യം വിശദീകരിച്ചത്. എന്നാൽ പ്രഭാകരൻ്റെ ഇളയ മകൻ ബാലചന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. സൈന്യം തടവിൽ പിടിച്ച ബാലചന്ദ്രൻ്റെ ചിത്രം അന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ ക്ലോസ് റേഞ്ചിൽ തലയിൽ വെടിയേറ്റ നിലയിൽ ബാലചന്ദ്രൻ്റെ മൃതശരീരം പിന്നീട് കണ്ടെടുത്തു. വെറും 12 വയസ്സു മാത്രമേ ബാലചന്ദ്രൻ ഉണ്ടായിരുന്നുള്ളൂ. പ്രഭാകരൻ്റെ ഭാര്യ മതിവദനയുടെയും മകൾ ദുവരാഗയുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതേയില്ല. പ്രഭാകരൻ്റെയും കുടുംബത്തിൻ്റെയും ഒടുക്കം ഒരു ദുരൂഹ രഹസ്യമായി ഇന്നും തുടരുകയാണ് എന്ന് പറയാം. ശ്രീലങ്കൻ സൈന്യം അതങ്ങനെ ആസൂത്രണം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഈയടുത്ത് 2023 പ്രഭാകരൻ്റെ മകൾ ദുവരാഗയാണെന്ന് അഭിപ്രായപ്പെട്ട് ഒരു സ്ത്രീയുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ലോകശക്തികളുമായി കൈകോർത്താണ് ശ്രീലങ്കൻ സൈന്യം LTTEയെ പരാജയപ്പെടുത്തിയതെന്നും ഒരു ദിനം തമിഴ് ജനതയുടെ യഥാർത്ഥ മോചനം സാധ്യമാകുമെന്നും അവർ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു AI നിർമ്മിത വീഡിയോ ആണെന്ന് പലരും സംശയിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പോരാട്ടമാണ് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴീളം നടത്തിയത്. പാർശ്വവൽക്കരിക്കപ്പെട്ട നിരന്തരമായ വംശഹത്യാ നടപടികൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു ജനതയെ സായുധ പോരാട്ടത്തിലൂടെ മോചിപ്പിച്ചെടുക്കാമെന്ന് കണക്കുകൂട്ടിയ വിപ്ലവകാരിയുടെ രക്തനിറമുള്ള ചരിത്രമാണത്. രക്തരഹിത സമരങ്ങളിൽ തുടങ്ങി നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധങ്ങളിലൊന്നായി മാറിയ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ കഥ.
ചതിയുടെയും വഞ്ചനയുടെയും അധികാര രാഷ്ട്രീയത്തിൻ്റെ കണക്കുകൂട്ടലുകളുടെയും ഭൗമരാഷ്ട്രീയത്തിൻ്റെ തലതിരിഞ്ഞ സമവാക്യങ്ങളുടെയും സഞ്ചരിച്ച ഒരു ചരിത്രം. പുരാണങ്ങളിലെ രാവണക്കോട്ടയും കടന്ന് ലോകമായ ലോകങ്ങൾ മുഴുവൻ പടർന്നു പിടിച്ച ഒരു പോരാട്ട വീര്യത്തിൻ്റെ ചരിത്രമായി അത് നിലകൊള്ളുന്നു. ഓരോ ഓർമ്മകളിലും വീണുപോയ പോരാളികളുടെ രക്തഹാരങ്ങളിൽ ശ്രീലങ്കൻ തമിഴരുടെ പിന്മുറക്കാർ അസാധാരണമായൊരു ശപഥം ചെയ്യുന്നു. സിംഹള മുഷ്കിനെതിരെ അവർ മുഷ്ടി ചുരുട്ടുന്നു.